ഇത് ലക്ഷദ്വീപിലെ ഞങ്ങളുടെ തേർഡ് ഡേ ആണ് കേട്ടോ. ഇന്നത്തെ ഡേ ഭയങ്കര സ്പെഷ്യലാണ്. ഇന്നാണ് നമുക്ക് സ്കൂബ ഡൈവിംഗ് ഡേ. ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തൊരു ഡേ ആണ് കേട്ടോ ഇത്. ആദ്യം തന്നെ നമ്മൾ അവിടെ ചെന്ന് വരുമ്പോൾ ഒരു മെഡിക്കൽ ഫോം ഉണ്ട്, അതൊക്കെ ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ചേട്ടന്മാർ കുറച്ച് ക്ലാസ് എടുത്ത് തരും. ആ ക്ലാസ്സിന് ശേഷം നമുക്ക് സ്കൂബ ഡൈവിംഗ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ സ്പോട്ടിൽ എത്തിയപ്പോഴാണ് ആ സ്പോട്ട് എത്ര മനോഹരമാണെന്ന് മനസ്സിലായത്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് കേട്ടോ. ഇതേ സോബിൻ സ്കൂബ ഡൈവിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് സന്തോഷമാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞാൻ പോയി സ്കൂബ ഡൈവിംഗ് ചെയ്യാനായിട്ട്. ആക്ച്വലി ബോട്ടിലുള്ള എല്ലാവരും പോയതിനു ശേഷം ലാസ്റ്റാണ് കേട്ടോ ഞാൻ പോയത്, ആദ്യക്കുട്ടിനുള്ളതുകൊണ്ട്. ഈ കാണുന്നതാണ് ഞാൻ സ്കൂബ ഡൈവിംഗ് ചെയ്തതിൻ്റെ അണ്ടർ വാട്ടർ വീഡിയോ. എൻ്റെ പൊന്നെ, ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്ക് സന്തോഷമാണ് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു അക്വേറിയത്തിലോട്ട് ഇറങ്ങി ചെന്നാൽ എങ്ങനെ ഇരിക്കും, എനിക്ക് അതുപോലെയാണ് കേട്ടോ ഫീൽ ആയത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ താങ്ക്സ് പറയണത് ഈ ചേട്ടനോടാണ് കേട്ടോ. ഒരുപാട് പേടിച്ച് നിന്ന് എന്നെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോയത് ഈ ചേട്ടനാണ്. ഒരുപാട് പേടിച്ച് പോയതുകൊണ്ട് തന്നെ ബോട്ടിലുള്ള എല്ലാവരും ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ചോദിക്കുമായിരുന്നു കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്ന്. അപ്പോൾ ഞാൻ അടിപൊളിയാണെന്നൊക്കെ പറയുന്നതാണിത്. അങ്ങനെ സ്കൂബ ഡൈവിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷായി വൈകുന്നേരത്തോടുകൂടി അടുത്ത സൈറ്റ് സീയിങ്ങിന് പോയിട്ടുണ്ട്. ഈവനിങ് നമുക്കുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഗ്ലാസ് ബോട്ട് റൈഡ്, ടേർട്ടിൽ ലോഡ്സ് ആൻഡ് കൽപ്പത്തി ഐലൻഡ് വിസിറ്റ്, ഇത്രയാണ് കേട്ടോ. അപ്പോൾ ഗ്ലാസ് ബോട്ടിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്പോട്ടിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് കുറേ കോറൽസ് കാണാം കേട്ടോ. ഗ്ലാസ് ബോട്ട് റൈഡ് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. കാര്യം നമുക്കിങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ കടലിൻ്റെ അടിയിലുള്ള എല്ലാ സംഭവങ്ങളും നന്നായിട്ട് കാണാം. ഇതൊക്കെ കടലിൻ്റെ അടിയിൽ നമ്മൾ ഷൂട്ട് ചെയ്താണ് കേട്ടോ ഗ്ലാസ് ബോട്ടിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കത് ടേർട്ടിലിനെ കാണാൻ പറ്റും കേട്ടോ. വീഡിയോയിലൂടെ കാണുമ്പോൾ അത്ര വലുതായിട്ട് തോന്നില്ലായിരിക്കും കേട്ടോ, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര വലുതാണ്. നമ്മുടെ ഇവിടെ അത്ര വലിയ അമ്മയെ കാണാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കൽപ്പറ്റി ഐലൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കൽപ്പറ്റി ഐലൻഡ്. ഇവിടുത്തെ ഐലൻഡ്സ് ഒക്കെ കാണാൻ അതിമനോഹരമാണ്. ഓരോ ഐലൻഡ്സിനെയും തമ്മിൽ കമ്പയർ ചെയ്ത് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളിയാണ് ഓരോ ഐലൻഡ്സും. അങ്ങനെ ഐലൻഡിൽ ഇറങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. ഐലൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമുക്ക് ചെല്ലേണ്ടത്. അപ്പോൾ ഐലൻഡിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കുറേ നടന്ന് അങ്ങ് അപ്പുറത്ത് ചെല്ലാനുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഇടവഴികളിലൂടെയൊക്കെ നടക്കുന്ന പോലെ എനിക്ക് തോന്നി. എന്നാലും നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇവിടെ പാമ്പുകളും പട്ടികളും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ഭയക്കേണ്ട കാര്യമില്ല, നമ്മുടെ നാട്ടിലെ പോലെ. നടന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. ഇവിടെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഐലൻഡിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. അതുകൊണ്ടാണെങ്കിൽ ഇവിടെ എത്തുന്നതിന് മുമ്പേ ഉറങ്ങിപ്പോയി. പിന്നെ ആൾ ഇവിടുന്ന് പോയതിന് ശേഷമാണ് ഉണർന്നത്. അങ്ങനെ ഞങ്ങൾ രാത്രി റൂമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് കലാപരിപാടികൾ നമുക്ക് കാണാൻ പറ്റി കേട്ടോ. നമുക്കായിട്ട് അറേഞ്ച് ചെയ്തതാണ് ഇതെല്ലാം. അങ്ങനെ ഒരു 4-5 പ്രോഗ്രാംസ് ആണ് അവർ നമുക്ക് വേണ്ടി അന്ന് കാണിച്ചു തന്നത്. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ലാസ്റ്റായിട്ട് കാണിച്ച ഒരു ബാമ്പു വെച്ചിട്ടുള്ള മുള വെച്ചിട്ടുള്ള ഡാൻസ് ആയിരുന്നു. ഇതാണത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഡാൻസ്. ലാസ്റ്റ് ഐറ്റം ആയതുകൊണ്ട് തന്നെ അവർ ആദ്യക്കുട്ടിനെ വെച്ചിട്ടും കുറേ നേരം കാണിച്ചു തന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ലക്ഷദ്വീപ് വന്നതിന് ശേഷമുള്ള തേർഡ് ഡേ വിശേഷങ്ങൾ. അപ്പോൾ ഫോർത്ത് ഡേ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.